സോജൻ ഒരു പോരാളിയാണ്. ജീവിതത്തോടെ നിന്ന് മല്ലിട്ട് ജയിച്ചു കയറുന്ന യഥാർത്ഥ പോരാളി. രോഗം കീഴ്പ്പെടുത്തുമെന്ന അവസ്ഥയിലാണ് സോജൻ ആരോഗ്യം വീണ്ടെടുക്കാൻ ഓടിത്തുടങ്ങിയത്. ആഷ്ഫോർഡ് മലയാളികളെ നല്ല ശീലം പഠിപ്പിക്കാൻ സോജൻ കാട്ടിയ ഉത്സാഹമാണ് 2013 ആദ്യമായി അദ്ദേഹത്തെ ബ്രിട്ടീഷ് മലയാളിയുടെ പ്രധാന വാർത്തയിൽ എത്തിച്ചത്. പിന്നീട് ഇടയ്ക്കിടെ പോസിറ്റീവ് വാർത്തകളുമായി എത്തിക്കൊണ്ടിരുന്ന സോജൻ കഴിഞ്ഞ വർഷമാണ് അവസാനമായി പ്രധാന വാർത്തയിൽ വീണ്ടും എത്തുന്നത്. അന്ന് പ്രാദേശിക തിരഞ്ഞെടുപ്പിൽ മിന്നും വിജയം നേടിയ സോജനെക്കുറിച്ചായിരുന്നു വാർത്തകളിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇതുവരെ ഒരു UK മലയാളി നേടാത്ത വിധം വമ്പൻ രാഷ്ട്രീയ വിജയമാണ് സോജനെ തേടി എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ ലേബർ പാർട്ടി ആഷ്ഫോർഡ് സീറ്റിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നേരത്തെ മുൻ ക്രോയ്ഡോൺ മേയർ മഞ്ജു ഷാഹുൽ ഹമീദിന്റെ പേര് ക്രോയ്ഡോൺ സീറ്റിൽ പരിഗണിച്ചിരുന്നതായി ശ്രുതി പരന്നിരുന്നുവെങ്കിലും ആ സീറ്റ് മഞ്ജുവിന് ഏറെക്കുറെ നഷ്ടമായി സാധ്യതയാണ്. UK മലയാളികൾ വർഷങ്ങളായി കാത്തിരുന്ന വാർത്ത ഒടുവിലെത്തുന്നത് സോജന്റെ പേരിലാണെന്നത് ചരിത്ര നിയോഗം കൂടിയായി മാറുകയാണ്. കോട്ടയം കൈപ്പുഴ സ്വദേശിയായ സോജൻ UKയിലെ നൂറുകണക്കിന് കൈപ്പുഴക്കാരുടെ സ്വകാര്യ അഹങ്കാരമായി മാറുകയാണ്. സോജനെ ലേബർ സ്ഥാനാർത്ഥിയാക്കിയ വിവരം സമൂഹ മാധ്യമമായ X വഴിയാണ് പുറലോകം അറിയുന്നത്. ടുമോറോ MP എന്ന പേജിലൂടെ രാഷ്ട്രീയ സ്കൂപ്പുകൾ പുറത്തുവിടുന്ന ടീമാണ് സോജന്റെ സ്ഥാനാർത്ഥിത്വം വെളിപ്പെടുത്തുന്നത്. വാർത്തയോട് പ്രതികരണം തേടി അദ്ദേഹത്തെ വിളിച്ചിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് ഇതുവരെ സ്ഥിരീകരണം നൽകാനായിട്ടില്ല. കൺസർവേറ്റീവ് തേരാളി ഡാമിയൻ ഗ്രീൻ ജയിച്ചിരുന്ന സീറ്റിലേക്കാണ് സോജൻ പടക്കുതിരയെ പോലെ പട നയിക്കാനെത്തുന്നത്. പട്ടണവും ഗ്രാമങ്ങളും ചേർന്ന മണ്ഡലം എന്ന നിലയിൽ ഇത്തവണ പ്രവചനാതീതമായ മത്സരത്തിലേക്ക് എത്തിക്കാൻ സോജന് കഴിയുമെന്നുറപ്പാണ്. പലപ്പോഴും ഇവിടെ 10% വരെ ഭൂരിപക്ഷം എത്തുന്ന മണ്ഡലം എന്ന നിലയിൽ ശക്തമായ പ്രചാരണത്തിലൂടെ സീറ്റ് പിടിച്ചെടുക്കാനാകും എന്ന പ്രതീക്ഷയാണ് ലേബറിനുള്ളത്. ഇക്കഴിഞ്ഞ കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ സോജൻ നടത്തിയ ഐതിഹാസികമായ പോരാട്ട വിജയമാണ് കൺസർവേറ്റീവ് കോട്ടയിൽ ഈ പോരാളിത്തന്നെ നിയോഗിക്കാൻ ലേബറിനെ പ്രേരിപ്പിച്ചത്. എന്നാൽ സോജന്റെ സ്ഥാനാർത്ഥിത്വം ലേബർ പാർട്ടി ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരണം നടത്തിയിട്ടില്ല. കഴിഞ്ഞ 30 വർഷമായി മണ്ഡലത്തിലെ നിത്യസാന്നിധ്യമായ ഡാമിയൻ ഗ്രീൻ പടിപടിയായി ഭൂരിപക്ഷം ഉയർത്തി വിജയിക്കുന്ന MP-യാണ്. കഴിഞ്ഞ 7 തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ഡാമിയൻ ഇത്തവണ മണ്ഡല പുനർവിഭജനത്തിൽ സീറ്റ് നഷ്ടമായ നിലയിലാണ്. ഡാമിയൻ ജയിച്ചു വന്ന പ്രദേശങ്ങൾ അടിമുടി മാറി പുതിയ മണ്ഡലമായതോടെ പ്രാദേശിക കൺസർവേറ്റീവുകൾ ഈ സീറ്റിൽ ഡാമിയൻ ജയിക്കില്ല എന്ന നിലപാടെടുക്കുകയായിരുന്നു. മുതിർന്ന നേതാവിന്റെ സീറ്റ് നഷ്ടകഥ ദേശീയ മാധ്യമങ്ങൾ നന്നായി ആഘോഷമാക്കിയിരുന്നു. പുതിയ മണ്ഡലത്തിൽ ഏകദേശം 80,000 വോട്ടർമാരാണ് ആകെയുള്ളത്. ഡാമിയൻ 30,000 വോട്ടിന് മുകളിൽ പിടിച്ച് ജയിക്കുമ്പോൾ ലേബർ സ്ഥാനാർത്ഥി ഇവിടെ പരമാവധി കണ്ടെത്തിയിട്ടുള്ളത് 17,000 വോട്ടുകളാണ്. അതിനർത്ഥം സോജൻ കൂടുതലായി കണ്ടെത്തേണ്ടത് 13,000-ഓളം വോട്ടുകളാണ്. ജീവിതത്തിൽ മാരത്തൺ ഓട്ടക്കാരനായ സോജന് രാഷ്ട്രീയത്തിലും കിത പറയാതെ ഓടിക്കയറാനാകും എന്ന പ്രതീക്ഷയാണ് ലേബർ ക്യാമ്പുകളിൽ. എന്നാൽ അവസാനവട്ട ലോബിയിങ്ങിൽ ഇപ്പോൾ വീണ്ടും ഡാമിയൻ തന്നെ രംഗത്തെത്തുകയാണെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. അതിനാൽ സോജന് മുന്നിലുള്ളത് വമ്പൻ വെല്ലുവിളി തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ സോജൻ ജയിച്ചു കയറിയാൽ ബ്രിട്ടൻ കാണുന്ന ഏറ്റവും വലിയ അട്ടിമറികളിൽ ഒന്നായിരിക്കും ആഷ്ഫോർഡിൽ സംഭവിക്കുക. കോട്ടയം കൈപ്പുഴക്കാരനായ സോജൻ കഴിഞ്ഞ 7 വർഷമായി ലേബർ പാർട്ടിയുടെയും 20 വർഷമായി പാർട്ടി യൂണിയനായ യൂണിസന്റെ സജീവ പ്രവർത്തകനാണ്. മുൻപ് സോജൻ പാർട്ടിയുടെ ലോക്കൽ യൂണിറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. NHSൽ മേട്രനായി ജോലി ചെയ്യുന്ന സോജൻ തനിക്ക് കിട്ടുന്ന എല്ലാ അവസരങ്ങളിലും മലയാളി നഴ്സുമാരുടെ മികവുകൾ UK-യിൽ ഉടനീളം ഉയർത്തിപ്പിടിക്കാൻ എപ്പോഴും ശ്രമിക്കുമെന്നും ഉറപ്പിച്ചു പറയുന്നു.